ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പളേ അമ്മയ്ക്ക് ചെറുതായിട്ട് പനിയും ജലദോഷം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വേറെ ആലോചിച്ചൊന്നുമില്ല, നേരെ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പോഴുണ്ടോ ഇന്നലത്തെ മഴയുടെ ദേ പ്ലാവിലത്തെ ഇലകളൊക്കെ വീണ് നിറഞ്ഞു കിടക്കാണ് കേട്ടോ. ഇതെല്ലാം തൂത്ത് പറഞ്ഞാൽ ഈശ്വര, എനിക്ക് അമ്മയ്ക്ക് ഇന്ന് വയ്യും ചെയ്യാം. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ടയർ ചെക്ക് ചെയ്യാറുണ്ട്. 4 ടയറും ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി എടുക്കാറുള്ളൂ കേട്ടോ. വണ്ടി എടുത്ത് ഞങ്ങളിതേ 3 പേരും കയറി കഴിഞ്ഞു. നമുക്ക് നേരെ വെച്ച് പിടിക്കാം വീരോലിപ്പാടത്തേക്ക്. അപ്പം നമ്മുടെ അച്ഛനല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പം നല്ല ഹോസ്പിറ്റലാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സർവീസാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അമ്മ ദേ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അമ്മ ദേ പ്രഷറിന് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ആ സമയത്ത് ചുമ്മാ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കറക്കി നടക്കായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛനൊരു ചിരി. നോക്കുമ്പോണ്ടോ ഇവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കി അമ്മേനെല്ലാം കാണിച്ചതേ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് എങ്ങോട്ടാ, പുന്നമ്പറമ്പിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് നാളെ എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണ്ടല്ലോ, എപ്പോഴും കടയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാറ്. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ, പഴം കാര്യങ്ങളും വെജിറ്റബിളും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. അത്യാവശ്യം ഇഷ്ടംപോലെ പയറും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് ദേ വണ്ടിയിൽ കയറി. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം.